പ്രിയമുള്ളവരെ, 5ാം ക്ലാസ്സിലെ ഈ വർഷം മാറിയ പാഠപുസ്തകത്തിൻ്റെ ആനുവൽ എക്സാമിനേഷൻ മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറാണ് ഇന്ന് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത്. പഴയ പുസ്തകത്തിൻ്റെ ക്വസ്റ്റ്യൻ പോലെ തന്നെ 6 പ്രവർത്തനങ്ങളാണ് ഈ ക്വസ്റ്റ്യൻ പേപ്പറിലും ഉള്ളത്. അവയിൽ ഒന്നാമത്തെ പ്രവർത്തനത്തിന് നിർബന്ധമായും ഉത്തരം എഴുതേണ്ടതാണ്. ഒന്നാമത്തെ പ്രവർത്തനം എന്താണെന്ന് നോക്കാം. നഖറ ഉൽ ഹിക്കായത്ത വനുജീബു അനിൽ അസ്ഇലത്തി താലിയ. നഖറ ഉൽ ഹിക്കായത്ത, നമുക്ക് കഥ വായിക്കാം. അൽ ഹിക്കായത്ത് കഥ, വനുജീബു എന്നിട്ട് ഉത്തരം എഴുതാം. അനിൽ അസ്ഇലത്തി താലിയ, താഴെയുള്ള ചോദ്യങ്ങൾക്ക്. കഥ താഴെ കൊടുത്തിരിക്കുന്നു. ഒരു പാരഗ്രാഫുള്ള കഥയാണ്. വായിച്ചു നോക്കാം. അസ്റഅത്ത് സയ്യാറത്തുൽ ഇസ്ആഫി നഹവൽ മുസ്തഷ്ഫ. ആംബുലൻസ് ഹോസ്പിറ്റലിനെ ലക്ഷ്യമാക്കി കുതിച്ചു. അസ്റഅത്ത് കുതിച്ചു പാഞ്ഞു. സയ്യാറത്തുൽ ഇസ്ആഫ് ആംബുലൻസ്, നഹവൽ മുസ്തഷ്ഫ ഹോസ്പിറ്റലിന് നേരെ. കാന ശാരിഉ മുസ്ദഹിമൻ, റോഡ് തിരക്ക് പിടിച്ചതായിരുന്നു. ഫജഅതൻ പെട്ടെന്ന്. ഔഖഫ സായിഖു, ഡ്രൈവർ സ്റ്റോപ്പ് ചെയ്തു. ഔഖഫ സ്റ്റോപ്പ് ചെയ്തു, നിർത്തി. അസയ്യാറത്ത ആംബുലൻസ് പെട്ടെന്ന് ഡ്രൈവർ നിർത്തി. വഖാല ഫി നഫ്സിഹി, അയാൾ സ്വയം പറഞ്ഞു, മനസ്സിൽ പറഞ്ഞു. മാദാ സഅഫ്അലു, ഞാൻ എന്ത് ചെയ്യും. യഷ്കുൽ മരീദു, രോഗി നിലവിളിക്കുകയാണ്. മിൻ അലമിൻ ഷദീദിൻ, കഠിനമായ വേദനയാൽ. ലാ യസാലു ബൂഖുൽ ഇസ്ആഫി യുസവ്വിത്തു. ബൂഖുൽ ഇസ്ആഫ് എന്ന് പറഞ്ഞാൽ ആംബുലൻസിൻ്റെ സൈറൺ. ആംബുലൻസിൻ്റെ സൈറൺ ലാ യസാലു യുസവ്വിത്തു, ശബ്ദമുണ്ടാക്കിക്കൊണ്ടേയിരിക്കുന്നു. സമിഅ ശുർത്തിയുൽ മുറൂരി, ട്രാഫിക് പോലീസ് കേട്ടു. അൽ ബൂഖ സൈറൺ. വഹയ്യ അത്വരീഖ, അപ്പോൾ അയാൾ വഴി ഒരുക്കി. വവസലത്ത് സയ്യാറത്തു ഇലൽ മുസ്തഷ്ഫ, അങ്ങനെ ആംബുലൻസ് ഹോസ്പിറ്റലിൽ എത്തി. വ ഉദ്ഖിലൽ മരീദു ഫി വഹദത്തിൽ ഇനായത്തിൽ ഫായിഖ, രോഗി വഹദത്തുൽ ഇനായത്തിൽ ഫായിഖയിൽ, അതായത് ഇൻറ്റൻസീവ് കെയർ യൂണിറ്റ് ICUവിൽ പ്രവേശിപ്പിക്കപ്പെട്ടു. ഇതാണ് കഥ. ഇതിൽ നിന്നുമുള്ള ചോദ്യങ്ങൾ വായിച്ചു നോക്കാം. ഒന്നാമത്തെ ചോദ്യം, കൈഫ കാന ശാരിഉ, റോഡ് എങ്ങനെയുള്ളതായിരുന്നു. അത് നമ്മളിവിടെ വായിച്ചു. കാന ശാരിഉ മുസ്ദഹിമൻ, തിരക്ക് പിടിച്ചതായിരുന്നു എന്ന്. ഓപ്ഷൻസ് നോക്കാം. 1 മുസ്രിഅൻ, ഓപ്ഷൻ ബ മുസ്ദഹിമൻ തിരക്ക് പിടിച്ചത്, ഓപ്ഷൻ ജി ഖാലിയൻ കാലിയായത്, മുസ്രിഅൻ സ്പീഡുള്ളത്. അപ്പോൾ മുസ്ദഹിമൻ എന്നതാണ് ശരി ഉത്തരം. ഇനി രണ്ടാമത്തെ ചോദ്യം, ഇലാ ഐന അസ്റഅത്ത് സയ്യാറത്തുൽ ഇസ്ആഫ്, ആംബുലൻസ് എവിടേക്കാണ് കുതിച്ചു പാഞ്ഞത്. ഓപ്ഷൻസ് 1 നഹവൽ മുസ്തഷ്ഫ ഹോസ്പിറ്റലിലേക്ക്, നഹവ സായിഖ് ഡ്രൈവറിലേക്ക്, നഹവ ഷുർത്തി പോലീസിലേക്ക്. നഹവൽ മുസ്തഷ്ഫയാണ് ശരി. മൂന്നാമത്തത്, മൻ ഹയ്യ അത്വരീഖ ലിസ്സയ്യാറത്തി, ആംബുലൻസിന് ആരാണ് വഴി ഒരുക്കിയത്. ഷുർത്തിയുൽ മുറൂറാണ് വഴിയൊരുക്കിയത്. ഓപ്ഷൻ ജി ആണ് ഇവിടെ ശരി ഉത്തരം. നാലാമത്തെ ചോദ്യം, സൗത്തു സയ്യാറത്തിൽ ഇസ്ആഫ്, ആംബുലൻസിൻ്റെ ശബ്ദം, അതിനെന്താണ് പറയുക. ഓപ്ഷൻ എ അൽ മുറൂർ, മുറൂർ മീൻസ് ട്രാഫിക്, ശരിയല്ല. ബി അൽ ബൂഖ് സൈറൺ, അതാണ് ശരി ഉത്തരം. ജീമ് അത്വരീഖ് വഴി എന്നാണ്. ഐന ഉദ്ഖിലൽ മരീദ്, രോഗി എവിടെയാണ് പ്രവേശിപ്പിക്കപ്പെട്ടത്. എവിടെയാണ്. ഫി സയ്യാറത്ത്, കാറിലാണോ. അല്ല. ബ ഫി ഷാരി, റോഡിലാണോ. അതുമല്ല. മൂന്നാമത്തതാണ് ശരി. ഫി വഹദത്തിൽ ഇനായത്തിൽ ഫായിഖ ICUവിൽ. ഇങ്ങനെ 5 ഉത്തരങ്ങളും ശരിയാക്കിയാൽ മാർക്ക് നോക്കുകയാണെങ്കിൽ 5 മാർക്ക് ലഭിക്കുന്നതാണ്. ആകെയുള്ള 6 പ്രവർത്തനങ്ങളിൽ 5 പ്രവർത്തനങ്ങൾക്കാണ് നമ്മൾ ഉത്തരം എഴുതേണ്ടത്. ഓരോ പ്രവർത്തനത്തിനും 5 മാർക്ക് വീതമാണ്. അപ്പോൾ ടോട്ടൽ 25 മാർക്ക്. 25 മാർക്കിൽ 19 മുതൽ 25 വരെ മാർക്ക് കിട്ടുകയാണെങ്കിൽ എ ഗ്രേഡും, 15 മുതൽ 18 വരെയാണെങ്കിൽ ബി ഗ്രേഡും, 12 മുതൽ 14 വരെ സി ഗ്രേഡ്, 9 മുതൽ 11 വരെ ഡി ഗ്രേഡുമാണ്. 9ന് താഴെ ഇ ഗ്രേഡ്. ഇനി രണ്ടാമത്തെ പ്രവർത്തനം നോക്കാം. 2 മുതൽ 6 വരെയുള്ള പ്രവർത്തനങ്ങളിൽ ഏതെങ്കിലും ഒന്ന് ഒഴിവാക്കാവുന്നതാണ്. രണ്ടാമത്തെ പ്രവർത്തനത്തിൽ 2 ചോദ്യങ്ങളാണുള്ളത്. ഇവിടെ ഹംസ എന്ന് കാണാം, കുറച്ച് താഴെ ബ എന്നും കാണാം. ഈ 2 ചോദ്യങ്ങൾക്കും ഉത്തരം എഴുതണം. ഹംസ നോക്കാം. നഖറ ഉൽ ഫിഖറത്ത,
പാരഗ്രാഫ് നമുക്ക് വായിക്കാം. അതായത് താഴെ ഒരു പാരഗ്രാഫ് കൊടുത്തിരിക്കുന്നു, അത് വായിക്കാം. വനക്തുബുൽ കലിമാത്തി, എന്നിട്ട് കലിമത്തുകൾ വാക്കുകൾ എഴുതാം. അൽ മുവാഫിഖ, അനുയോജ്യമായ. അൽ കലിമാത്തിൽ മുവാഫിഖ മീൻസ് അനുയോജ്യമായ വാക്കുകൾ നമുക്ക് എഴുതാം. ലിസൂറത്തി, ചിത്രങ്ങൾക്ക് നേരെ. മിനന്നസ്സി, ഈ പാരഗ്രാഫിൽ നിന്നും അനുയോജ്യമായ വാക്കുകൾ തിരഞ്ഞെടുത്തുകൊണ്ട് ഈ ചിത്രങ്ങൾക്ക് നേരെ എഴുതാം. പാരഗ്രാഫ് വായിച്ചു നോക്കാം. യൗമൻ, ഒരു ദിവസം. ദഹബ മുനീറുൻ, മുനീർ പോയി. മഅ വാലിദിഹി, തൻ്റെ പിതാവിൻ്റെ കൂടെ. ഇലൽ മദീനത്തി, പട്ടണത്തിലേക്ക്. ബിസയ്യാറ, കാറിൽ. ഇന്തമ വസലത്ത് സയ്യാറത്തു ഫിൽ മഫ്രഖ്, സയ്യാറത്ത് ജംഗ്ഷനിൽ എത്തിയപ്പോൾ. ഇന്തമ വസലത്ത്, എത്തിയപ്പോൾ. സയ്യാറത്തു, കാറ്. ഫിൽ മഫ്രഖ്, ജംഗ്ഷനിൽ. തവക്കഫത്തി സയ്യാറത്തു, കാറ് നിന്നു. ഫനല്ലറ മുനീറുൻ, അപ്പോൾ മുനീർ നോക്കി. ഇലൽ ഖാരിജ്, കാറിന് വെളിയിലേക്ക്. ഫറആ, അപ്പോഴവൻ കണ്ടു. ഇഷാറത്തൽ മുറൂർ, ട്രാഫിക് സിഗ്നൽ. ഫതദക്കറ, അപ്പോഴവൻ ഓർത്തു. അൻ അൽവാഇൽ ഇഷാറത്തി, ഇഷാറത്തിൻ്റെ ലൈറ്റുകളെക്കുറിച്ച്. അനിൽ അൽവായി വേണ്ട, അൻ അൽവായി. ബഅദ ബുർഹത്തിൻ, അല്പനേരത്തിന് ശേഷം. വസല ഇലൽ മദീന, അവർ പട്ടണത്തിലെത്തി. ഔഖഫൽ വാലിദു അസയ്യാറത്ത, പിതാവ് കാറ് നിർത്തി. ഔഖഫ, നിർത്തി. എവിടെ നിർത്തി? ഫിൽ മൗഖിഫ്, പാർക്കിംഗ് ഏരിയയിൽ. മൗഖിഫ് മീൻസ് പാർക്കിംഗ് ഏരിയ. വ അബറശാരിയ, എന്നിട്ട് റോഡ് മുറിച്ച് കടന്നു. അല മഅബരിൽ മുഷാത്ത്, സീബ്ര ക്രോസിങ്ങിലൂടെ. മഅബറുൽ മുഷാത്ത്, സീബ്ര ക്രോസിംഗ്. 4 ചിത്രങ്ങൾ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇവയുടെ പേരുകളാണ് നമ്മൾ ഈ പാരഗ്രാഫിൽ നിന്നും കണ്ടെത്തി എഴുതേണ്ടത്. ഒന്നാമത്തെ ചിത്രം സീബ്ര ക്രോസ് ആണ്. അതിൻ്റെ പേര് നമ്മളിപ്പോൾ വായിച്ചു, മഅബറുൽ മുഷാത്ത്. മഅബറുൽ മുഷാത്ത് എന്ന് ഇവിടെ എഴുതുക. രണ്ടാമത്തത് പി എന്ന അടയാളം പാർക്കിംഗ് ആണ് സൂചിപ്പിക്കുന്നത്. പാർക്കിംഗ് ഏരിയ. പാർക്കിംഗ് ഏരിയ എന്നുള്ളതിന് നമ്മളിവിടെ വായിച്ചു ഫിൽ മൗഖിഫ്, മൗഖിഫാണ്. മൂന്നാമത്തത് ട്രാഫിക് സിഗ്നലാണ് കാണുന്നത്. അതിന് ഇഷാറത്തുൽ മുറൂർ എന്നാണ് പറയുക. നാലാമത്തത് ജംഗ്ഷനാണ് ഈ ചിഹ്നം. ജംഗ്ഷൻ നമ്മളിവിടെ കണ്ടത് അൽ മഫ്രഖ് എന്ന പേരാണ്. ഈ 4 ഉത്തരങ്ങളും ഇവിടെ എഴുതിയാൽ ഓരോ ഉത്തരത്തിനും 1/2 മാർക്ക് വീതമാണ്. അപ്പോൾ 2 മാർക്ക് നമുക്ക് ലഭിക്കുന്നതാണ്. ഈ പ്രവർത്തനത്തിലെ ബാക്കിയുള്ള 3 മാർക്ക് താഴെയുള്ള ബ എന്ന ചോദ്യത്തിലാണ് ലഭിക്കുക. ഈ ബ എന്ന ചോദ്യം നസ്ലു ബിൽ മുനാസിബ്, ചേരുംപടി ചേർക്കാനാണ്. ട്രാഫിക് സിഗ്നലിലെ 3 നിറങ്ങൾ ഇവിടെ കൊടുത്തിരിക്കുന്നു. അതുമായിട്ട് യോജിക്കുന്നത് ഈ ഭാഗത്തുണ്ട്. ചേർത്ത് നോക്കാം. ഒന്നാമത്തെ നിറം അൽ അഹ്മർ, ചുവപ്പ്. രണ്ടാമത്തേത് അൽ അസ്ഫർ, മഞ്ഞ. മൂന്നാമത്തേത് അൽ അഖ്ലർ, പച്ച. ഈ കോളത്തിലുള്ളത് അൽ മഷിയു, മഷിയു എന്ന് പറഞ്ഞാൽ പോവുക. അൽ മഫ്രഖ്, ജംഗ്ഷൻ. അൽ വുഖൂഫ്, നിർത്തുക. അത്തഹയ്യു, തയ്യാറാവുക. അൽ അഹ്മർ, ചുവന്ന ലൈറ്റ് ട്രാഫിക് സിഗ്നലിൽ കത്തിയാൽ നമ്മൾ എന്ത് ചെയ്യണം? വണ്ടി നിർത്തണം. അപ്പോൾ അൽ വുഖൂഫാണ് അഹ്മറുമായിട്ട് യോജിക്കുന്നത്. അസ്ഫറുമായിട്ട് യോജിക്കുന്നത് മഞ്ഞ ലൈറ്റ് തെളിഞ്ഞാൽ നമ്മൾ തയ്യാറാകണം പോകാൻ വേണ്ടി. അപ്പോൾ അത്തഹയ്യു, പച്ച നിറം കണ്ടാൽ നമുക്ക് പോകാം. അപ്പോൾ അൽ മഷി, ഇതാണ് ശരി ഉത്തരം. ഇനി മൂന്നാമത്തെ ചോദ്യം, മൂന്നാമത്തെ പ്രവർത്തനം. മൂന്നാമത്തെ പ്രവർത്തനത്തിലും 2 ചോദ്യങ്ങളുണ്ട്. ഹംസ വായിച്ചു നോക്കാം. നഖ്റ ഉൽ ഫിക്രത്ത, നമുക്ക് പാരഗ്രാഫ് വായിക്കാം. വനുമയ്യിസു ബൈനൽ ജുംലത്തിൽ ഇസ്മിയത്തി വൽ ഫിഅലിയത്തി, എന്നിട്ട് ജുംല ഇസ്മിയെയും ജുംല ഫിഅലിയെയും വേർതിരിക്കാം. ജുംല എന്നാൽ സെൻറ്റൻസ്, വാക്യം എന്നാണ് അർത്ഥം. അൽ ജുംല അൽ ഇസ്മിയ, അൽ ജുംല അൽ ഫിഅലിയ എന്നിങ്ങനെ 2 വിധം സെൻറ്റൻസുകളാണ് അറബി ഭാഷയിലുള്ളത്. അൽ ജുംല അൽ ഇസ്മിയ എന്ന് പറഞ്ഞാൽ ഇസ്മു കൊണ്ട് തുടങ്ങുന്ന ജുംലകളാണ് ഉദ്ദേശിക്കുന്നത്. അൽ ജുംല അൽ ഫിഅലിയ, ഫിഅല് കൊണ്ട് തുടങ്ങുന്ന ജുംലകൾ. അങ്ങനെ മനസ്സിലാക്കാം. നമ്മൾ ചെയ്യേണ്ടത് ഈ പാരഗ്രാഫിൽ നിന്നും ഇസ്മിയായ ജുംലയും ഫിഅലിയായ ജുംലയും വേർതിരിച്ച് എഴുതുക എന്നുള്ളതാണ്. നമുക്ക് ആദ്യം പാരഗ്രാഫ് വായിച്ചു നോക്കാം. സൽമാൻ ദാരിസുൻ നഷീത്തുൻ, സൽമാൻ ഒരു ഉത്സാഹിയായ മിടുക്കനായ ദാരിസാണ്, വിദ്യാർത്ഥിയാണ്. യദ്റുസു, അവൻ പഠിക്കുന്നു. ഫിൽ ഖാമിസ്, 5ാം ക്ലാസ്സിൽ. യസ്കുനു ഫിൽ ഖറിയ, അവൻ ഗ്രാമത്തിൽ താമസിക്കുന്നു. മദ്റസത്തുഹു കബീറത്തുൻ, അവൻ്റെ സ്കൂൾ കബീറത്തുൻ, വലുതാണ്. സൽമാനു അരീഫു സഫി, സൽമാൻ ക്ലാസ് ലീഡറാണ്. അരീഫു സഫി, ക്ലാസ് ലീഡർ. യുഹാഫിലു അലാ നലാഫത്തിൽ മദ്രസ, അവൻ സ്കൂളിനെ വൃത്തിയായി സൂക്ഷിക്കുന്നു. യുഹാഫിലു, അവൻ സൂക്ഷിക്കുന്നു. അലാ നലാഫത്തിൽ മദ്രസ, സ്കൂളിൻ്റെ വൃത്തി. യുക്രിമുഹു അസുമല,
അവനെ കൂട്ടുകാർ ആദരിക്കുന്നു. യുക്രിമുഹു അവനെ ബഹുമാനിക്കുന്നുണ്ട്. അസുമലാഉ കൂട്ടുകാർ. വഹുവ അവൻ മഹബൂബുൻ ഫിൽ മദ്രസ സ്കൂളിലെ പ്രിയപ്പെട്ട കുട്ടിയാണ്. മഹബൂബാണ്, പ്രിയപ്പെട്ടവനാണ്. ഇവയിൽ നിന്നും ഇസ്മിയായ ജുംലയെയും ഫീലിയായ ജുംലയെയും നമുക്ക് വേർതിരിക്കാം. എങ്ങനെ വേർതിരിക്കണമെന്ന് ഇവിടെ കൊടുത്തിട്ടുണ്ട്. 2 കോളം വരയ്ക്കുക. ഒന്നാമത്തെ കോളത്തിൽ അൽ ജുംലത്തുൽ ഇസ്മിയ എന്ന് എഴുതുക. ആ പാരഗ്രാഫിലുള്ള ഇസ്മിയായ ജുംലകളൊക്കെ ഈ കോളത്തിലും, രണ്ടാമത്തെ കോളത്തിൽ അൽ ജുംലത്തുൽ ഫീലിയ എന്ന് എഴുതിയിട്ട് ജുംലത്തുൽ ഫീലിയകളൊക്കെ ഈ കോളത്തിലും എഴുതുക. ഉദാഹരണമായി ഓരോ സെന്റൻസ് വീതം 2 കോളങ്ങളിലും കൊടുത്തിരിക്കുന്നു. അൽ ജുംല ഇസ്മിയയിലുള്ളത് ഹുവ മഹബൂബുൻ ഫിൽ മദ്രസ എന്നുള്ളതാണ്. ഈ സെന്റൻസ് തുടങ്ങിയിരിക്കുന്നത് ഹുവ എന്ന ഇസ്മു വെച്ചാണ്. ഹുവ എന്നത് ലമീറാണ്. ലമീറുകളൊക്കെ ഇസ്മിൽ പെടുന്നതാണ്. അപ്പോൾ ഈ ജുംല ജുംലത്തുൻ ഇസ്മിയയാണ്. രണ്ടാമത്തെ കോളത്തിലുള്ളത് യുഹാഫിദു അവൻ സംരക്ഷിക്കുന്നു, അവൻ സൂക്ഷിക്കുന്നു അലാ നലാഫത്തുൽ മദ്രസ സ്കൂളിൻ്റെ വൃത്തിയെ. സ്കൂൾ അവൻ വൃത്തിയായി സൂക്ഷിക്കുന്നു എന്നതാണ് ഈ സെന്റൻസ്. യുഹാഫിദു എന്ന വാക്ക് ഫിഅലാണ്. അതുകൊണ്ട് ഇത് അൽ ജുംലത്തുൽ ഫിഅലിയയാണ്. പാരഗ്രാഫിലുള്ള മറ്റു ജുംലകൾ കൂടെ നോക്കാം. സൽമാനു ദാരിസുൻ നശീത്തുൻ. ഇവിടെ സൽമാൻ എന്ന വാക്ക് കൊണ്ടാണ് തുടങ്ങിയിരിക്കുന്നത്. സൽമാൻ ഇസ്മാണ്. അപ്പോൾ ഈ ജുംല ഇസ്മിയാണ്. രണ്ടാമത്തെ സെന്റൻസ് യദ്റുസു ഫി സഫിൽ ഖാമിസ് അവൻ 5ാം ക്ലാസ്സിൽ പഠിക്കുന്നു എന്നുള്ളതിലെ യദ്റുസു ഫിഅലാണ്. അപ്പോൾ ഇത് ഫിഅലിയ ജുംലയാണ്. മൂന്നാമത്തത് യസ്കുനു ഫിൽ ഖറിയ അവൻ ഗ്രാമത്തിൽ താമസിക്കുന്നു. യസ്കുനു താമസിക്കുന്നു, അതും ഫിഅലാണ്. അപ്പോൾ ഈ ജുംലയും ജുംല ഫിഅലിയയാണ്. നാലാമത്തത് മദ്രസത്തുഹു കബീറത്തുൻ അവൻ്റെ സ്കൂൾ വലിയതാണ്. മദ്രസത്ത് എന്നതാണ് തുടക്കം. അപ്പോഴിത് ഇസ്മിയായ ജുംലയാണ്. അടുത്തത് സൽമാനു അരീഫു സഫ് സൽമാൻ എന്ന ഇസ്മു കൊണ്ടാണ് തുടങ്ങിയിരിക്കുന്നത്. അപ്പോഴിത് ജുംല ഇസ്മിയാണ്. അടുത്തത് യുഹാഫിലു അലാ നലാഫിൽ മദ്രസ അത് നമ്മൾ പറഞ്ഞു, ഫീലിയ ജുംല. യുക്രിമുഹു അസുമലാവു യുക്രിമു ബഹുമാനിക്കുന്നു, ഹു അവനെ. യുക്രിമു എന്ന ഫീല് വെച്ചാണ് തുടങ്ങിയിരിക്കുന്നത്. അപ്പോഴിത് ജുംല ഫീലിയാണ്. ഇതിൽ 6 സെന്റൻസുകളാണ് എഴുതാനുള്ളത്. 6ഉം ശരിയാക്കിയാൽ ഓരോന്നിനും 1/2 മാർക്ക് വെച്ച് 3 മാർക്ക് ലഭിക്കുന്നതാണ്. ബാക്കിയുള്ള 2 മാർക്ക് ബാ എന്ന ക്വസ്റ്റ്യനിൽ ലഭിക്കും. ബാ ക്വസ്റ്റ്യൻ നോക്കാം. നുക്കുമിൽ കമാഫിൽ മിസാൽ ഉദാഹരണത്തിലുള്ളതുപോലെ നമുക്ക് പൂരിപ്പിക്കാം. അൽ മിസാൽ അന അക്തുബു ഞാൻ എഴുതുന്നു എന്നാണ് മീനിങ്. ബ്രാക്കറ്റിൽ യക്തുബു എന്ന് കൊടുത്തിരിക്കുന്നു. യക്തുബു എന്നത് മുലാരിയായ ഫീലാണ്. കതബ എന്ന മാദിയായ ഫീലിൻ്റെ മുലാരിയായ രൂപമാണ്. മുലാറഅത്തിൻ്റെ അക്ഷരങ്ങൾ, അതായത് മുലാരിയായ ഫീല് 4 അക്ഷരങ്ങൾ കൊണ്ടാണ് തുടങ്ങുന്നത്. 1 യ, 2 ത, 3 അ, 4 ന. യ ഉപയോഗിക്കുന്നത് അവൻ എന്ന് അർത്ഥം കിട്ടാൻ വേണ്ടിയാണ്. അവൻ ചെയ്യുന്നു, അവൻ എഴുതുന്നു എന്നൊക്കെ പറയാൻ വേണ്ടിയാണ് യ ഉപയോഗിക്കുന്നത്. ത ഉപയോഗിക്കുന്നത് അവൾ അല്ലെങ്കിൽ നീ എന്നുള്ള അർത്ഥം കിട്ടാൻ വേണ്ടിയാണ്. അവൾ ചെയ്യുന്നു, നീ ചെയ്യുന്നു എന്നൊക്കെ പറയാൻ വേണ്ടി ത എന്ന അക്ഷരം മുലാരിയ ഫീലിൻ്റെ ആദ്യത്തിൽ വെക്കും. ഹംസ ആ ഉപയോഗിക്കുന്നത് ഞാൻ ചെയ്യുന്നു എന്ന അർത്ഥം കിട്ടാൻ വേണ്ടിയാണ്. ന ഉപയോഗിക്കുന്നത് ഞങ്ങൾ എന്ന അർത്ഥം കിട്ടാൻ വേണ്ടി. ഇവിടെ അന എന്നാണ് ആദ്യം കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഞാൻ എന്ന അർത്ഥമാണ് നമുക്ക് വേണ്ടത്. അപ്പോൾ യക്തുബു എന്നുള്ളതിൻ്റെ യാ മാറ്റിയിട്ട പകരം ഹംസ ആ എന്ന് വെക്കണം. അപ്പോൾ അക്തുബു എന്നാകും. അതേപോലെ മറ്റുള്ള ചോദ്യങ്ങളും ചെയ്യുക. അന ഡാഷ് ബ്രാക്കറ്റിൽ യജ്ലിസു എന്നാണുള്ളത്. യജ്ലിസു എന്ന് പറഞ്ഞാൽ അവൻ ഇരിക്കുന്നു എന്നാണ്. ഞാൻ ഇരിക്കുന്നു എന്ന് പറയാൻ യ എന്ന മുലാറയത്തിൻ്റെ അക്ഷരം മാറ്റിയിട്ട് ആ എന്ന മുലാറയത്തിൻ്റെ അക്ഷരം വെക്കേണ്ടതാണ്. അപ്പോൾ അന അജ്ലിസു എന്നാകും. അതാണ് ശരിയുത്തരം. അടുത്തതും അതേപോലെ തന്നെ. അന ഡാഷ് യൽ അബു എന്ന് പറഞ്ഞാൽ അവൻ കളിക്കുന്നു. ഞാൻ കളിക്കുന്നു എന്നാക്കാൻ മുലാറയത്തിൻ്റെ അക്ഷരമായ യാ മാറ്റിയിട്ട് പകരം ഹംസ വെക്കണം. അൽ അബു എന്നാക്കണം. അന അൽ അബു ഞാൻ കളിക്കുന്നു. അടുത്തത് നെഹ്നു ആണുള്ളത്. നെഹ്നു മീൻസ് ഞങ്ങൾ. അപ്പോൾ യക്തുബു എന്നുള്ളത് യാ മാറ്റിയിട്ട് പകരം ന വെക്കണം. ഞങ്ങൾ എന്നർത്ഥം കിട്ടാൻ വേണ്ടി നായാണ് മുലാറയത്തിൻ്റെ അക്ഷരം ഉപയോഗിക്കുന്നത്. അപ്പോൾ നെഹ്നു നക്തുബു ഞങ്ങൾ എഴുതുന്നു. ഇനി നെഹ്നു ഡാഷ് യജ്ലിസു എന്നാണ് കൊടുത്തിരിക്കുന്നത്. യജ്ലിസു അവനിരിക്കുന്നു. ഞങ്ങളിരിക്കുന്നു എന്നാക്കാൻ യാ മാറ്റിയിട്ട് മുലാറയത്തിൻ്റെ അക്ഷരമായ ന വെക്കണം. അപ്പോൾ നെഹ്നു നജ്ലിസു നമ്മളിരിക്കുന്നു അല്ലെങ്കിൽ ഞങ്ങളിരിക്കുന്നു. അടുത്തത് നെഹ്നു യൽ അബു മാറ്റിയിട്ട് യാ മാറ്റിയിട്ട് ന വെക്കണം. നെഹ്നു നൽ അബു ഞങ്ങൾ കളിക്കുന്നു. ഇനി 4ാമത്തെ ചോദ്യം. നുറത്തിബുൽ കലിമാത്തിലാത്തിയ താഴെയുള്ള വാക്കുകൾ ക്രമീകരിക്കണം, ഓർഡറിലാക്കണം. 5
ചോദ്യങ്ങളാണുള്ളത്. ഓരോന്നിനും ഓരോ മാർക്ക് വീതമാണ്. ഒന്നാമത്തത് അത്വആമ ഭക്ഷണം, തുളയ്യ പാഴാക്കുക, ലാ അരുത് ചെയ്യരുത് എന്ന് പറയാൻ വേണ്ടിയാണ് ഈ ലാ ഉപയോഗിക്കുന്നത്. അപ്പോൾ ഓരോ വാക്കിൻ്റെയും അർത്ഥം അറിയാമെങ്കിൽ നമുക്ക് സെൻറ്റൻസ് എന്താണെന്നുള്ളത് എളുപ്പം മനസ്സിലാകും. ഇവിടെ ഭക്ഷണം പാഴാക്കരുത് എന്നാണ് ഉദ്ദേശിക്കുന്നത്. അതെങ്ങനെ പറയും? നമ്മൾ മനസ്സിലാക്കേണ്ടത് ഒരു സെൻറ്റൻസിൽ ഫെയില് കാണുന്നുണ്ടെങ്കിൽ ആദ്യം നമ്മൾ ഫെയിലാണ് വെക്കേണ്ടത്. അപ്പോൾ ഇവിടെ തുളയ്യു എന്ന ഫെയില് കാണുന്നുണ്ട്, എന്നാൽ ലാ എന്നുള്ള ഒരു നെഹീൻ്റെ ഹർഫ് കൂടെ ഇവിടെ കാണുന്നുണ്ട്. അപ്പോൾ ആദ്യം ആ നെഹീൻ്റെ ഹർഫ് വെക്കുക, എന്നിട്ട് ഫെയില് പറയുക. അപ്പോൾ ആ ഫെയില് ചെയ്യരുത് എന്നാകും. ലാ തുളയ്യ നീ പാഴാക്കരുത്, അത്വആമ ഭക്ഷണം. അവസാനത്തെ അക്ഷരത്തിന് ഫത്ഹ് നൽകപ്പെട്ട വാക്കുണ്ടെങ്കിൽ അത് മിക്കവാറും മഫ്ഊൽ ബിഹി ആയിരിക്കാനാണ് സാധ്യത. അങ്ങനെയാകുമ്പോൾ അത് ആദ്യത്തിൽ വരികയില്ല എന്നുള്ളത് മനസ്സിലാക്കി വെക്കുക. രണ്ടാമത്തത് വനശ്രബു. വ എന്നാണ് ആദ്യം തന്നെ ഉള്ളത്. വ എന്നുള്ളത് ആൻഡ് എന്നുള്ള അർത്ഥമാണ്. അപ്പോൾ മറ്റൊരു വാക്ക് പറഞ്ഞതിന് ശേഷം മാത്രമാണ് വ എന്ന് വരുന്നത്. അപ്പോൾ വനശ്രബു എന്നുള്ളത് ഒന്നാമത്തെ വാക്കായിരിക്കുകയില്ല. ഇവിടെയും അതേപോലെ തന്നെ വ എന്ന് ആദ്യം വരുന്നുണ്ട്. വലാനുസ്രിഫ് അതും ഒന്നാമത്തെ വാക്ക് ആവുകയില്ല എന്ന് മനസ്സിലാക്കാം. മൂന്നാമത്തത് നഅ്കുലു എന്നാണുള്ളത്. ഇവിടെ വാവില്ല, അപ്പോൾ ഇതാണ് ഒന്നാമത്തെ വാക്ക് എന്ന് മനസ്സിലാക്കാം. നഅ്കുലു വനശ്രബു വലാനുസ്രിഫ്. അടുത്തത് മിനല്ലാഹി അള്ളാഹുവിൽ നിന്നും, നിഅമത്തുൻ അനുഗ്രഹം, അത്വആമു ഭക്ഷണം. ഇവിടെയും ഒരു കാര്യം മനസ്സിലാക്കാം. അലിഫ്ലാമും അവസാനത്തെ അക്ഷരത്തിന് ലമ്മും നൽകപ്പെട്ടുകൊണ്ടൊരു വാക്ക് കാണുകയാണെങ്കിൽ അത് മിക്കവാറും മുബ്തദ ആയിരിക്കും. മുബ്തദ എവിടെയാണ് വരിക? ഒരു ജുംലയുടെ ആദ്യത്തിലാണ് മുബ്തദ വരിക. അപ്പോൾ ഇങ്ങനെയുള്ള വാക്ക് കണ്ടാൽ അത് ഒന്നാമത് വരാനാണ് സാധ്യത കൂടുതൽ. ഇങ്ങനെയുള്ള ട്രിക്കുകൾ ഉപയോഗിക്കുമ്പോൾ സന്ദർഭം മനസ്സിലാക്കൽ അനിവാര്യമാണ്. സന്ദർഭം അനുസരിച്ച് മാറ്റങ്ങൾ വരാനും സാധ്യതയുണ്ട്. അപ്പോൾ ഇവിടെ അത്വആമു ഭക്ഷണം. ഭക്ഷണം എന്താണ്? നിഅമത്തുൻ ഒരനുഗ്രഹമാണ്, മിനല്ലാഹി അള്ളാഹുവിൽ നിന്നുള്ള. അത്വആമു നിഅമത്തുൻ മിനല്ലാഹ് ഭക്ഷണം അള്ളാഹുവിൽ നിന്നുള്ള ഒരു അനുഗ്രഹമാണ്. അടുത്തത് ആദത്തുൻ പതിവ്, ശീലം. ഹദ്റുൽ അത്വഇമത്ത് ഭക്ഷണം പാഴാക്കൽ, ഹദ്ർ പാഴാക്കൽ. മദ്മൂമത്തുൻ നിന്ദ്യമാണ്. അപ്പോൾ ഭക്ഷണം പാഴാക്കൽ നിന്ദ്യമായ ഒരു ശീലമാണ്. ഹദ്റുൽ അത്വഇമത്ത് ഭക്ഷണം പാഴാക്കൽ ആദത്തുൻ ഒരു ശീലമാണ്. മദ്മൂമത്തുൻ നിന്ദ്യമായ മോശമായ ഒരു ശീലമാണ് ഭക്ഷണം പാഴാക്കൽ. അടുത്തത് മഹ്മൂദുൻ സ്തുത്യർഹമായ നല്ല. ഫിൽ ഇൻഫാഖ് ചിലവഴിക്കുന്നതിൽ. അൽ ഇഖ്തിസാദു മിതത്വം പാലിക്കൽ. ഇവിടെയും അലിഫ്ലാമും അവസാനത്തെ അക്ഷരത്തിന് ലമ്മും വന്നിരിക്കുന്ന വാക്കിതാണ്. അപ്പോൾ ഇതാണ് ഒന്നാമത്തെ വാക്കായിട്ട് വരേണ്ടത്, അതായത് മുബ്തദ ആണ്. അൽ ഇഖ്തിസാദു മിതമായി ചിലവഴിക്കൽ. മഹ്മൂദുൻ സ്തുത്യർഹമാണ്. ഫിൽ ഇൻഫാഖി ചിലവഴിക്കുന്ന കാര്യത്തിൽ. ഇനി അഞ്ചാമത്തെ ചോദ്യം. നഖ്റഉൽ ഫിഖ്റത നമുക്ക് പാരഗ്രാഫ് വായിക്കാം. വനുകവ്വിനു എന്നിട്ട് നിർമ്മിക്കാം. ഖംസ അസ്ഇലത്തിൻ 5 ചോദ്യങ്ങൾ. ബിസ്തിഖ്ദാമി അദവാത്തുൽ ഇസ്തിഫ്ഹാമി താലിയ താഴെയുള്ള അദവാത്തുൽ ഇസ്തിഫ്ഹാം ഉപയോഗിച്ചുകൊണ്ട്. താഴെയുള്ള ചോദ്യത്തിൻ്റെ വാക്കുകൾ ഏതൊക്കെയാണ്? ഐന എവിടെ, മാത എന്ത്, മൻ ആര്, കൈഫ എങ്ങനെ, മത എപ്പോൾ. ഇത്രയും വാക്കുകൾ ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ ചോദ്യമുണ്ടാക്കണം. ആദ്യം പാരഗ്രാഫ് വായിച്ചു നോക്കാം. ദഹബ ഫവാസുൻ ഫവാസ് പോയി. മഅ ഉസ്റത്തിഹി തൻ്റെ കുടുംബത്തോടൊപ്പം, മഅ ഒപ്പം. ഇലാ ഹദീഖത്തുൽ ഹൈവാനാത്തി ബി മൈസൂർ മൈസൂരിലുള്ള ഹദീഖത്തുൽ ഹൈവാനാത്തിലേക്ക്, സൂയിലേക്ക് മൃഗശാലയിലേക്ക്. വസലു അവരെത്തി. ഫിസാത്തിൽ ആശറത്തി സബാഹൻ രാവിലെ 10 മണിക്ക്. വതജവ്വലു ഫീഹ അവരവിടെ ചുറ്റിക്കറങ്ങി. തജവ്വല മീൻസ് ചുറ്റിക്കറങ്ങി, ഫീഹ അവിടെ. വശാഹദു അവർ കണ്ടു. മുഖ്തലിഫൽ ഹൈവാനാത്തി വത്തുയൂർ വിവിധ ഇനം പക്ഷികളെയും മൃഗങ്ങളെയും. കാനത്ത് രഹലത്ത് മുരീഹത്തൻ ജിദ്ദൻ യാത്ര വളരെയധികം കംഫർട്ടബിളായിരുന്നു, സുഖകരമായിരുന്നു. ഇനി ചോദ്യങ്ങളുണ്ടാക്കാം. ഐന എവിടെ, എവിടേക്കാണ് ഫവാസ് പോയത് എന്ന ചോദ്യം ഉണ്ടാക്കാം. എവിടേക്കാണ് പോയത് എന്ന് പറയുമ്പോൾ മുമ്പിലൊരു ഇല ചേർത്ത് കൊടുക്കണം. ഇല ഐന എവിടേക്കാണ് ദഹബ ഫവാസ് ഫവാസ് പോയത് ചോദ്യമായി. നമ്മൾ ചോദ്യം ഉണ്ടാക്കുമ്പോൾ ഏറ്റവും ലഘുവായ ഏറ്റവും ചെറിയ രൂപത്തിലുള്ള ചോദ്യങ്ങൾ ഉണ്ടാക്കുക. അപ്പോൾ തെറ്റാൻ സാധ്യത കുറയും. രണ്ടാമത്തെ ചോദ്യം മാതാ വെച്ചുകൊണ്ടുണ്ടാക്കാം. എന്ത്, ഫവാസ് എന്താണ് മൃഗശാലയിൽ കണ്ടത് എന്ന് ചോദിക്കാം. അപ്പോൾ
മാതാ ഷാഹദ ഫവാസ്, ഫവാസ് എന്താണ് കണ്ടത്? ഫി ഹദീഖത്തിൽ ഹൈവാനാത്ത്, മൃഗശാലയിൽ. അടുത്തത് മൻ, ആര്. എളുപ്പമുള്ളൊരു ചോദ്യം, ആരാണ് മൃഗശാലയിലേക്ക് പോയത് എന്ന് ചോദിക്കാം. മൻ ദഹബ ഇലാ ഹദീഖത്തിൽ ഹൈവാനാത്ത്, ആരാണ് മൃഗശാലയിലേക്ക് പോയത്. ഇനി വേറൊരു ചോദ്യം കൂടെ ഉണ്ടാക്കാം. ഇവിടെ മഅ ഉസ്റത്തിഹി എന്നുണ്ട്, തൻ്റെ കുടുംബത്തോടൊപ്പം. അപ്പോൾ ആരോടൊപ്പമാണ് ഫവാസ് ഹദീഖത്തുൽ ഹൈവാനാത്തിലേക്ക് പോയത് എന്ന് ചോദിക്കാം. അതെങ്ങനെ ചോദിക്കും? ഒപ്പം എന്നുള്ളതിന് മഅ എന്നാണ്, ആരോടൊപ്പം എന്നുള്ളതിന് മഅമൻ. മഅമൻ ദഹബ ഫവാസ്, ആരോടൊപ്പമാണ് ഫവാസ് പോയത്? ഇലാ ഹദീഖത്തുൽ ഹൈവാനാത്ത്, മൃഗശാലയിലേക്ക്. അടുത്തത് കൈഫ, എങ്ങനെ. റിഹ്ലത്ത്, എങ്ങനെയുണ്ടായിരുന്നു എന്ന് ചോദിക്കാം. അതെങ്ങനെ ചോദിക്കും? കൈഫ കാനത്ത് റിഹ്ല, റിഹ്ല എങ്ങനെ ഉണ്ടായിരുന്നു. അടുത്തത് മത, എപ്പോൾ. എപ്പോഴാണ് ഫവാസ് മൃഗശാലയിൽ എത്തിയത് എന്ന് ചോദിക്കാം. മത വസല ഫവാസ് ഇലാ ഹദീഖത്തുൽ ഹൈവാനാത്ത്, ഫവാസ് എപ്പോഴാണ് മൃഗശാലയിൽ എത്തിയത്. ഇങ്ങനെ 5 ചോദ്യങ്ങൾ ഉണ്ടാക്കിയാൽ 5 മാർക്ക് ലഭിക്കുന്നതാണ്. 6ാമത്തെ ചോദ്യം, നുക്കമ്മിലുൽ മൻദൂമ, കവിത പൂരിപ്പിക്കാം. ഈ ചിത്രങ്ങൾ നോക്കിയിട്ട് വേണം കവിത ഉണ്ടാക്കാൻ. ഒന്നാമത്തത് ഉദാഹരണമായി കൊടുത്തിരിക്കുന്നു. ഇത് വെണ്ടക്കയാണ് ഇവിടെ കാണുന്നത്. വെണ്ടക്കയെ കൊണ്ട് എന്താണ് കവിതയുള്ളത്? അഹ്ലർ അഹ്ലർ, വെണ്ടക്ക പറയുകയാണ്. അഹ്ലർ അഹ്ലർ, പച്ച പച്ച. ലൗനി അഹ്ലർ, എൻ്റെ നിറം പച്ചയാണ്. അതേപോലെ ജിസ്മി നഹീൽ, എൻ്റെ ശരീരം നഹീലാണ്, സ്ലിമ്മാണ്, മെലിഞ്ഞതാണ്. ഷക്ലി തൊവീൽ, എൻ്റെ രൂപം തൊവീലാണ്, നീണ്ടതാണ്. ഇനി അതേപോലെ ഈ കുമ്പളങ്ങ പറയുന്നത് എന്താണെന്ന് നോക്കാം. അസ്ഫർ എന്നാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഇയാളുടെ കളറ് അസ്ഫറാണ്. അപ്പോൾ ഇവിടെയും എന്ത് ചേർക്കണം? അഹ്ലർ അഹ്ലർ എന്നിവിടെ പറഞ്ഞതുപോലെ അസ്ഫർ അസ്ഫർ. ഇവിടെ ലൗനി അഹ്ലർ പറഞ്ഞതുപോലെ ലൗനി അസ്ഫർ, മഞ്ഞ മഞ്ഞ, എൻ്റെ നിറം മഞ്ഞയാണ്. ഇനി ഇവിടെ ജിസ്മി നഹീൽ എന്നാണ് പറഞ്ഞത്. എൻ്റെ ശരീരം മെലിഞ്ഞിട്ടാണ്, ഈ കുമ്പളം തടിച്ചിട്ടാണ്. അപ്പോൾ ജിസ്മി സമീൻ, എൻ്റെ ശരീരം സമീനാണ്, തടിച്ചിട്ടാണ്. പിന്നെയോ ഡേഷ് അരിയൽ, ഷക്കിലി തൊവീൽ എന്നാണ് മേലുള്ളത്. ഷക്കിലി, എൻ്റെ രൂപം, തൊവീൽ, നീളമുള്ളതാണ്. ഇവിടെ എൻ്റെ രൂപം അരിയലാണ്, വിശാലമായ വൈഡായതാണ്. അപ്പോൾ ഷക്കിലി അരിയൽ എന്ന് ചേർക്കാം. 3ാമത്തത് കുറച്ച് കൂടുതൽ പൂരിപ്പിക്കാനുണ്ട്. ആപ്പിളാണ് കാണുന്നത്. ആപ്പിളിൻ്റെ നിറം ചുവപ്പാണ്. അപ്പോൾ മേലെ പറഞ്ഞതുപോലെ അഹ്മർ അഹ്മർ, ലൗനി അഹ്മർ, എൻ്റെ നിറം ചുവപ്പാണ്. ജിസ്മി, എൻ്റെ ശരീരം. ജിസ്മി നഹീൽ, ജിസ്മി സമീൻ എന്നാണ് ഇവിടെ 2 ഭാഗത്തും പറഞ്ഞിരിക്കുന്നത്. അതേപോലെ ആപ്പിളിനെ കൊണ്ട് വേണമെങ്കിൽ നമുക്ക് ജിസ്മി സൊഹീർ എന്ന് പറയാം, എൻ്റെ ശരീരം ചെറുതാണ്. പിന്നെയോ ഇവിടെയൊക്കെ ഷക്കിലി എന്നാണുള്ളത്. അപ്പോൾ ഇവിടെയും ഷക്കിലി. ഷക്കിലി ജമീൽ, എൻ്റെ രൂപം ജമീലാണ്, ഭംഗിയുള്ളതാണ്. 10 വാക്കുകളാണ് ഇവിടെ പൂരിപ്പിക്കാനുള്ളത്. ഈ 10 വാക്കുകളും ശരിയായി പൂരിപ്പിച്ചാൽ ഓരോ വാക്കിനും അരമാർക്ക് വെച്ച് 5 മാർക്ക് ലഭിക്കുന്നതാണ്. കൃത്യമായി മനസ്സിലാക്കി ശ്രദ്ധയോടെ പരീക്ഷ എഴുതി മുഴുവൻ മാർക്കും വാങ്ങാൻ വേണ്ടി ശ്രമിക്കുക. എല്ലാവർക്കും വിജയാശംസകൾ നേരുന്നു.